കുഴപ്പമില്ലാണോ? ഭഗവാൻ ദൂതിന് പോയ സമയത്ത് ദുര്യോധനൻ പറഞ്ഞു അത്ര, ഇന്ന് വേണമെങ്കിൽ അങ്ങേക്ക് ഊണ് എന്റെ കൂടെ ആവാന്നാ പറഞ്ഞത് ഗുരുവായൂരപ്പനോട്. അങ്ങേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങേക്ക് എന്റെ കൂടെ ഊണ് കഴിക്കാന്ന്. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞ എന്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ട് പൊക്കോട്ടോ വന്നു. ഭഗവാൻ അവിടെ തങ്ങുന്നില്ല. അദ്ദേഹം പോകുന്നത് വിതുരന്റെ വീട്ടിലേക്കാണ്. വിതുരന്റെ വീട്ടിൽ പോയി താമസിക്കുന്ന സമയത്ത് വിതുരൻ അവിടെ ഇല്ല. അതൊരു പ്രക്ഷിപ്തമായിട്ടുള്ള കഥയാണ്. വിതുരന്റെ ഭാര്യ കോളിംഗ് ബെല്ല് കേട്ട് നോക്കുന്ന സമയത്ത് മയിൽപ്പീലി മഞ്ഞപ്പട്ട് കണ്ടപ്പോൾ മനസ്സിലായി ഗുരുവായൂരപ്പനാണ്. വാതിൽ തുറന്നു കൊടുത്തു. ഭക്തിയോടുകൂടി ഇങ്ങനെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു. ആട്ടുതട്ടിൽ കൊണ്ടേ ഇരുത്തി ഭഗവാന്റെ കാലുകൾ കഴുകി കൊടുക്കുന്നു. ഭഗവാനെ സ്മരിക്കുന്നു, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നു. ഭഗവാൻ ഈ ഭക്തി കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഭഗവാനും കരയാൻ തുടങ്ങി. ഭഗവാൻ അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പുറത്തേക്ക് നാൾ കരഞ്ഞ അപ്പുറത്തും കരയാൻ തുടങ്ങും. അയ്യോ, ഞാൻ ഭഗവാൻ ഒന്നും കഴിക്കാൻ തന്നില്ലല്ലോ, എന്റെ ഭഗവാൻ വിശന്നിട്ടല്ലേ വരണമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കുറെ പഴമൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. എന്നിട്ട് പഴത്തിന്റെ തൊലിയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഇങ്ങനെ കൊടുക്കുന്നു, താഴത്തോട്ട് ഇടുന്നു, ഭഗവാൻ കഴിക്കുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്ര.